യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ കൂടെ നമുക്കും കുരിശിൻ്റെ വഴിയെ ഒന്ന് യാത്ര ചെയ്യാം. ആ യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നമ്മളെയും യേശു ഒരു ബലിയാക്കി മാറ്റുവാനായിട്ട്, അവിടുത്തെ പീഡകൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഹൃദയത്തിലും ഒരു മായാത്ത മുദ്രയായിട്ട് തീരുവാനായിട്ട് നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. അപ്പോൾ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മുടെ ഹൃദയത്തിലും ആ ക്രിസ്തുവിൻ്റെ മുറിവുകൾ പതിപ്പിച്ചുറപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യേശുവിനെ പറ്റി എല്ലാ പ്രവാചകന്മാരും, എല്ലാ ന്യായാധിപന്മാരും, രാജാക്കന്മാരും എല്ലാം പ്രവചിച്ചിരുന്നു യേശുവിൻ്റെ വരവിനെക്കുറിച്ചും. അങ്ങനെ യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പല ഭാഗങ്ങളിലായിട്ട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. യെശയ്യാ 42, യെശയ്യാ 49, യെശയ്യാ 50, യെശയ്യാ 53 അധ്യായത്തിൽ എല്ലാം കർത്താവിൻ്റെ ദാസൻ എങ്ങനെയായിരിക്കണമെന്നും അതിലൂടെ എല്ലാം നമ്മുടെ കർത്താവായ യേശു കടന്നു പോകുന്നുണ്ട്. അതിൽ യെശയ്യാ 50:4 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: പരീക്ഷകന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നപോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തി. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം മറച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. അവിടുന്ന് എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പറയുകയാണ്: അവിടുന്ന് നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖം മറിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ആ യേശു എല്ലാത്തിനും വേണ്ടി വെറും മനുഷ്യൻ്റെ മുൻപിൽ നിന്നു കൊടുക്കുകയാണ്. ദൈവമായിരുന്നിട്ടും തിന്മയുടെ തല തകർക്കുവാൻ വേണ്ടി അവിടുന്ന് എല്ലാം വേണ്ടെന്ന് വെച്ച് നിന്നു കൊടുക്കുകയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യം മുഴുവൻ പ്രാർത്ഥനയിലാണ്. അതിലൂടെ ദൈവം ശക്തിപ്പെടുത്തും, ഓർമ്മിപ്പിക്കും. ശിഷ്യനെ എന്നപോലെ നമ്മുടെ കാതുകളെ അവിടുന്ന് ഉണർത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം യേശു സ്വീകരിച്ചതിന് ശേഷമാണ് യേശു തൻ്റെ പീഡാസഹനത്തിന് വേണ്ടി ഇറങ്ങുക. ഒന്നാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിനെക്കുറിച്ച്. യേശുവിനെ മരണത്തിന് വിധിക്കപ്പെടുന്നു. ആ മരണത്തിന് മനുഷ്യരായ നമ്മളാണ് വിധിക്കപ്പെടുന്നത്. മനുഷ്യരായ ആ പീലാത്തോസിൻ്റെ മുൻപിലാണ് യേശു കൈകൾ കെട്ടി ശാന്തനായി നിൽക്കുക. അവിടുന്ന് നിന്ദയിൽ നിന്നോ തുപ്പലിൽ നിന്നോ മുഖം മറച്ചില്ല. എല്ലാം സ്വീകരിക്കുവാനായിട്ട് അവിടുന്ന് നിശബ്ദനായിട്ട് നിന്നു കൊടുക്കുകയാണ്. നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ, ധ്യാനത്തോടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏത് പാപിയെയും മാനസാന്തരത്തിലേക്കും നയിക്കുന്നതാണ് ആ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഒന്ന് നോക്കുക. ചെമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു: കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. എങ്കിലും അവിടുന്ന് അതെല്ലാം സഹിക്കുന്നു. അവിടെ യേശുവിൻ്റെ അവസ്ഥ ഉണങ്ങി വരേണ്ട നാവാണ്. തലയിൽ മുൾമുടി ധരിച്ചാണ് ഈശോ അവിടെ നിൽക്കുക. കാരണം അന്നത്തെ രീതി അനുസരിച്ച് ഏറ്റവും ഹീനമായ മരണമാണ് കുരിശുമരണം. കുരിശുമരണത്തിന് മുൻപായിട്ട് ചെമട്ടികളാൽ അടിക്കപ്പെടുന്നുണ്ട്. യേശു അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. യേശുവിൻ്റെ തലേ ദിവസത്തെ പ്രാർത്ഥനകൾ മുഴുവനും ഈ പീഡാസഹനം ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു.
ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു ഗെത്സെമനിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്തും യേശുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി വീഴുകയാണ്. ഈ പീഡ സഹിക്കാൻ പിതാവിനോട് ശക്തി ലഭിക്കാൻ വേണ്ടി, ഈ പീഡകൾ ഏറ്റെടുക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശക്തി ലഭിക്കാൻ വേണ്ടി അവിടുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് ആ പീഡകളെ എല്ലാം സ്വീകരിക്കുകയാണ്. അതിനുശേഷമാണ് യേശു പിറ്റേന്ന് ബലിയാടാകാൻ പോവുക. അപ്പോഴെല്ലാം ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവിടുന്ന് നിശബ്ദനായിട്ടെല്ലാം സഹിക്കുകയാണ്. അതും വെറും മനുഷ്യൻ്റെ മുൻപിൽ. ഈ മനുഷ്യരെല്ലാം ദൈവത്തെ നേരെ ആക്രോശിച്ചു. മനുഷ്യൻ്റെ സ്വഭാവം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അന്ന് വരെയും യേശുവിനെ ജയ് വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ നേരെ തിരിയുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിച്ച് ഒശാന പാടി നിന്ന ജനം പിറ്റേ ആഴ്ചയിൽ എത്രമാത്രം വ്യത്യാസമാണ് അവരിൽ വന്നത്. ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട മനുഷ്യർ നേരെ തിരിഞ്ഞ് മനുഷ്യൻ്റെയും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വാക്കുകൾ അനുസരിച്ച് എല്ലാവരും ഒന്നിച്ചു നിന്ന് പറയുകയാണ്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. നമ്മളും ഓരോ സമയവും നമ്മുടെ ജീവിതവും ഇത് തന്നെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. യേശുവിനോട് ചേർന്നാൽ മാത്രമേ നമുക്ക് ആ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകി കർത്താവിനോട് വിശ്വസ്തനായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ജനത്തിൻ്റെ വികാര വായ്പകൾ സ്നേഹത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പേരിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ജനത്തിൻ്റെ സ്വഭാവം അതാണ്. ഒരു തരത്തിൽ ജനക്കൂട്ടം പലപ്പോഴും ആരുടെയൊക്കെയോ കളിപ്പാവകളാകുകയാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്കും ഇഷ്ടത്തിനും വേണ്ടി ജനം ആർപ്പ് വിളിക്കുകയാണ്. ഈശോ മരണത്തിന് വിധിക്കപ്പെടുകയാണ്. മനുഷ്യരായ നമ്മുടെ വിധികളും മനുഷ്യരായ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നതും ഏതെല്ലാം അവസരങ്ങളിലാണ്. നമ്മുടേതായ സ്വാർത്ഥതകൾ, നമ്മുടേതായ ഇഷ്ടങ്ങൾ ബലി കഴിക്കപ്പെടേണ്ട അവസരങ്ങളിൽ നമ്മളത് മറ്റുള്ള മനുഷ്യരിലേക്ക് ചാർത്തുന്ന ഒരു സ്വഭാവം മനുഷ്യമക്കളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഈശോയും സത്യത്തിന് സാക്ഷ്യം നൽകി പീലാത്തോസിൻ്റെ മുൻപിൽ നിന്ന് ഈശോ പറയുന്നുണ്ട്, എന്താണ് സത്യം? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 35 മുതൽ 38 വരെയുള്ള തിരുവചനത്തിൽ യേശു പീലാത്തോസിനെ കൊണ്ട് പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. യേശു പറയാം, എൻ്റെ രാജ്യം ഇവിടെയല്ല. യേശു ആത്മാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിധിവാചകത്തെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അനേകർ ആ വിധിവാചകങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ജോസഫിനെ നമുക്കറിയാം. സഹോദരന്മാർ ജോസഫിനോട് അസൂയുണ്ടായപ്പോൾ അവർ ജോസഫിന് എതിരെ വിധി പ്രസ്താവിച്ച് ജോസഫിനെ കൊല്ലുവാൻ വേണ്ടി പൊട്ടക്കിണറ്റിലെറിയുന്നുണ്ട്. അവിടെ നിന്ന് ഇസ്മായിലിയർക്ക് വിൽക്കുന്നുണ്ട്. അങ്ങനെ ജോസഫ് ഒത്തിരിയേറെ പീഡകൾ സഹിക്കുന്നുണ്ട് ദൈവരാജ്യം വളർത്താൻ വേണ്ടി. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് സൂസന്ന. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസന്നയെ ഒരു പാപവും ചെയ്യാതെ വ്യഭിചാര കുറ്റം ചാർത്തിക്കൊണ്ട് 2 ശ്രേഷ്ഠന്മാർ സൂസന്നയെ വിധിക്കുന്നുണ്ട്. ആ സൂസന്നയുടെ ഹൃദയത്തിൽ ആ സമയത്തുണ്ടായ ദൈവത്തോടുള്ള ഉച്ചത്തിൽ നിലവിളിച്ചവൾ കരയുകയാണ്. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 45-ാം വചനത്തിൽ ആ ദൈവത്തിൻ്റെ മുൻപിൽ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞപ്പോഴാണ് ദാനിയേൽ എന്ന ഒരു യുവാവിൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തുന്നത്. അതുപോലെ അനേകം പേര്, നിരപരാധികളായ അനേകം പേര് വിധിക്കപ്പെടുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 1-22 വരെയുള്ള തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മകനായിരുന്നു സാംസൺ. അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഒളിച്ചിരുന്നപ്പോൾ അവർ വളരെ തന്ത്രപൂർവം സാംസണെ ചതിയിൽ അകപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് സാംസനെ വധിക്കാൻ അവരൊരുങ്ങുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലുമെല്ലാം
മിസ്റ്റർ പത്രോസിനെയും പൗലോസിനെയും യോഹന്നാനെയും ഒക്കെ അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട്. ഈശോയുടെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ വിധിക്കുകയാണ്. കാരണം അതിലെല്ലാം അവർ സത്യം നിലനിർത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു സംതൃപ്തി അവരെ കണ്ടെത്തുകയാണ്. ആ സത്യവും നീതിയും ഈ വേദനകളിലൂടെയും വിധിയിലൂടെയും എപ്പോഴും ഉയർന്നു വരും. ലോകം ദേഷിച്ചാലും ലോകം പുറന്തള്ളിയാലും ദൈവത്തിൻ്റെ രാജ്യം എപ്പോഴും നിലനിൽക്കും എന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ച് തരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ആ നിശബ്ദനായിട്ട് പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും ചെമ്മട്ടിയടിയേറ്റ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തം വീഴുമ്പോഴും നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മേലും കർത്താവിൻ്റെ ആ കാരുണ്യം വർഷിക്കാനും, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോഴും നമ്മൾ വിധിക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വിശുദ്ധമായ ആ വചനങ്ങളോട് ചേർന്ന് അത് നമുക്ക് നന്മയാക്കി മാറ്റാനും, നമ്മുടെ നാവിനെയും ഹൃദയത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ആ വിധിക്കപ്പെടുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ ആ യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് നമുക്ക് ഈ കുരിശിൻ്റെ വഴി കാഴ്ചവെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.